തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശേഷം കെ സുധാകരനിൽ നിന്ന് അഭിപ്രായം രാഹുൽ ഗാന്ധി കേൾക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സുധാകരൻ്റെ ഊഴമാണിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തൻ്റെ അഭിപ്രായം അറിയിക്കുന്നതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മറ്റ് നേതാക്കൾ, അതായത് ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, MM ഹസൻ എന്നിവരും ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള ഹൗസിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MM ഹസനും ഒരേ വാഹനത്തിലായിരുന്നു, ഒരൊറ്റ വാഹനത്തിലായിരുന്നു ഇവിടേക്ക് വന്നിരുന്നത്. പക്ഷേ MM ഹസന്റെ ഊഴം അല്പം താമസിക്കും എന്നതിനാലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരികെ പോകുന്നത്. കെ സുധാകരൻ്റെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. കെ സുധാകരൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കെ സുധാകരൻ അദ്ദേഹത്തോടൊപ്പം എപ്പോഴുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ്റെ വാഹനം പുറത്തേക്ക് വരികയാണ്. ഫലത്തിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. 10 മുതൽ 15 മിനിറ്റ് വരെ സമയമാണ് ഓരോ നേതാക്കൾക്കും ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്, അതായത് ഈ രാഹുൽ ഗാന്ധി അനുവദിച്ചിരിക്കുന്നത്, ഈ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നതിനായി അനുവദിച്ചിരിക്കുന്നത്. കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറുകയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ 10 ജൻപത്തിന് പുറത്തേക്ക് വരുന്നതായിരിക്കും. കയറിപ്പോയ സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നിലപാട് ആരാഞ്ഞിരുന്നു. പക്ഷേ ആ നിലപാട് എന്തെങ്കിലും പറയുവാൻ സുധാകരൻ തയ്യാറായില്ല. കാരണം താൻ ഇപ്പോൾ പറയുന്നില്ല, തനിക്ക് പറയാനുള്ളത് നേതൃത്വത്തെ അറിയിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്കറിയാം കെ സുധാകരൻ KC വേണുഗോപാലിൻ്റെ അതിശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരന് പിന്നാലെ MM ഹസനും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. MM ഹസന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയും. അതായത് 3 നേതാക്കളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ആശയവിനിമയം അവസാനിച്ചിരിക്കുകയാണ്. MM ഹസൻ ഈ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ MM ഹസന്റെ ഊഴം അല്പം വൈകും, അതുകൊണ്ടാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ നേതാക്കളോട് 10 മിനിറ്റിലധികം സമയം രാഹുൽ ഗാന്ധി സംസാരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വിശദമായ കൂടിക്കാഴ്ച അല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓരോ നേതാക്കളോടും 30 മിനിറ്റ് വീതം, 10-15 മിനിറ്റ് വീതം സമയം മാത്രമാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. ഈ നേതാക്കൾ അതിനുശേഷം ഒന്നിച്ചിരുത്തിയുള്ള ഒരു കൂടിക്കാഴ്ച ഇല്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ്റെ വാഹനം ഇപ്പോൾ 10 ജൻപത്തിന് പുറത്തേക്ക് വരികയാണ്. ആ വാഹനം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. സുധാകരൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്ന കാര്യം നമുക്ക് അറിയാം. സുധാകരൻ അതേസമയം സുധാകരൻ്റെ വാഹനം പുറത്തേക്ക് വരികയാണ്. സുധാകരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇല്ല. സുധാകരൻ പ്രതികരണം നടത്തുവാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാഹനം പുറത്തേക്ക് പോവുകയാണ്. ഏതായാലും സുധാകരൻ്റെ പ്രതികരണമില്ല. ഈ വാഹനത്തിൽ തന്നെ MM ഹസനുമുണ്ട്. അദ്ദേഹം ഇന്ന് പോവും, തിരിച്ചു പോവും കേരള ഹൗസിൽ. കാര്യം പറഞ്ഞിട്ടോ, ഒരു മിനിറ്റ് എല്ലാവരും പ്രത്യേകമാണ് കാണുന്നത്. സുധാകരനും പ്രതികരിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കേരള ഹൗസിൽ വെച്ച് അദ്ദേഹം കാണാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കെ സുധാകരൻ്റെ 3 നേതാക്കളുടെ ഈ ആശയവിനിമയം, രാഹുൽ ഗാന്ധിയുമായുള്ള ആശയവിനിമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, കെ സുധാകരൻ എന്നിവരുടെയുമായുള്ള ആശയവിനിമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3 പേരാണ് 10 ജൻപത്തിൽ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലുള്ളത്. അതിൽ K മുരളീധരനുണ്ട്, അതുപോലെ തന്നെ AP അനിൽകുമാറുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഇവരുമായുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനുള്ളിൽ തന്നെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഹസൻ കേരള ഹൗസിൽ വെച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നൽകുവാൻ വേണ്ടി ഇപ്പോൾ ഹസൻ തയ്യാറായിട്ടില്ല. 10 ജൻപത്തിൽ ഇപ്പോൾ 3 നേതാക്കളാണ്, കേരളത്തിൽ നിന്നുള്ള 3 നേതാക്കളാണ് ഇനിയുള്ളത്. ശ്രീജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഓരോ നേതാക്കളെയും 10-15 മിനിറ്റ് വീതമാണ് കാണുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടു, കെ സുധാകരനെ കണ്ടു, MM ഹസനെ കണ്ടു. അതായത് എല്ലാവരും ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചർച്ചയല്ല അവിടെ നടക്കുന്നത്. ഓരോരുത്തരോടും പ്രത്യേകമായി സംസാരിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അതിനുവേണ്ടിയാണ് ഇന്നത്തെ യോഗം എന്നതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഓരോരുത്തരുമായും കൂടിക്കാഴ്ച നടത്തുന്നത്.